ഇതെല്ലാം തുറന്നിടാൻ വരുമല്ലോ. ഏ ഇതെല്ലാം തുറന്നിടാൻ വരുമോ? ഏത് ഇന്നലത്തെ പോലെ ഇന്നലെ എന്നാ കാണിച്ചേ? നിങ്ങളൊരറ്റം പോലും ഒറ്റയറ്റം വരെ മുഴുവൻ തുറന്നിട്ടു. ആര്? നിങ്ങൾ ഞാനൊന്നും തുറന്നിട്ടൊന്നുമില്ല. നിങ്ങളിവിടെ ഇരുന്നോളൂ, അല്ലാതെ വേറെ ആരും ഇല്ലാത്തല്ലോ. ഇന്നലെയോ? ഞാൻ മാത്രമൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നോളൂ. ആ ആരൊക്കെ? നിങ്ങൾ കണ്ടു. ആരൊക്കെ? നീ വേറെ ഒറ്റരും. അതാരാ? നിങ്ങൾ ഈ പ്രദേശത്തുണ്ടാകുന്ന എല്ലാം എടുത്തു കൊണ്ടുവന്നു എല്ലാം ഉണ്ടാക്കി, ഇവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടു. എന്നാ ഉണ്ടാക്കിട്ടാ? പിന്നെ എല്ലാം രോമം വന്ന അവിടെ അതെല്ലാം വാരിപ്പെറുക്കി എല്ലാം ചാക്കിനകത്താക്കി കെട്ടി എല്ലാം ഒതുക്കി വെച്ചു. ആണോ? അല്ലാതെ ഇവിടെ മനുഷ്യർ ഇറക്കാനും വരാൻ ചാക്കാനും വരാൻ. ആണോ? എന്നാൽ ഇന്നും രോമം വന്ന് കെട്ടിക്കോളും. ഒരച്ചടക്കം ഇല്ലാതെ ഓരോ പണികൾ നടത്തും. മനുഷ്യർക്ക് ഓരോ സാധനത്തിൻ്റെ വില മനസ്സിലാക്കും. ഇന്നും രോമം വന്നെല്ലാം കെട്ടിക്കോളൂന്ന്. ആരെയാ? ഇവിടെ കിടക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇവിടെ കിടക്കുന്ന സാധനമൊക്കെ എന്നാന്നേ വെലിക്കുട്ടിയമ്മല്ല പറഞ്ഞു. ഇവിടെ എല്ലാം അലവറത്തും പിടിച്ച് കിടക്കുമായിരുന്നു പറഞ്ഞേ. ഇവിടെ കൊണ്ട് എന്നാ ചെയ്ത്? ഏതാണ്ട് ചെയ്ത് അതെല്ലാം മാരി കെട്ടി രോമം കൊണ്ടുപോകുന്നല്ലേ എലിക്കുട്ടിയമ്മ പറഞ്ഞേ. പിന്നെ എന്നാ പറഞ്ഞു? എലിക്കുട്ടിയമ്മല്ലേ പറഞ്ഞു, ഞാനല്ലല്ലോ പറഞ്ഞേ. ഞാനല്ലല്ലോ പറഞ്ഞേ. പിന്നെ ആരാ? എലിക്കുട്ടിയമ്മല്ലേ പറഞ്ഞേ. ഞാനിങ്ങനെ പറഞ്ഞു. എലിക്കുട്ടിയമ്മ പറഞ്ഞേ. ഇപ്പം ഇവിടെ എല്ലാം അലവറ നിന്നല്ലേ ഇതെല്ലാം ശരിയാക്കിയിട്ട് അവർ കൊണ്ടുവരും. പോണേനോ? ആണോ? ആ കയ്യിലിരിക്കുന്നതന്നാ? കയ്യിലിരിക്കുന്നതന്നാ? കയ്യിൽ കയ്യിലിരിക്കുന്ന അവർക്കും അവർക്കും പിള്ളേർക്കും മൊട്ടായി കുറച്ച് കഴിച്ചു കൊടുത്താൽ. പിള്ളേർക്കാ? പിള്ളേർക്ക് കൊടുത്ത എങ്ങനെ എലിക്കുട്ടിയമ്മയുടെ വരുന്നേ? പിള്ളേർക്ക് കൊടുത്ത എങ്ങനെ എലിക്കുട്ടിയമ്മയുടെ വരുന്നേ? അവരയിലല്ലേ ഇരിക്കണ്ടേ? മേടിച്ചു കൊടുക്കണം. എന്നാ എനിക്ക് തന്നേര്. എല്ലാവരും വേറെ തരുമോ? എനിക്ക് തന്നേര്. ഞാനൊരു പിള്ളേരല്ലേ. ഞാനൊരു പിള്ളയല്ലേ, എനിക്ക് തന്നേര്. ഞാൻ ഒരു പിള്ളയല്ലേ? പിള്ളയല്ലേന്നോ? ഞാനോ? ഞാൻ പിന്നെ അതിന് ഗുണം തന്നോ? എനിക്ക് മുട്ടായി തന്നാക്കാൻ. പറയാനാണ്. അതിനാ? പിന്നെ അഞ്ചോ ബന്ധമില്ലാതെ എനിക്കൊരു മുട്ടായി തിന്നാൻ മേലേ? എലിക്കുട്ടിയമ്മ തരാൻ മേലേ? പ്രായമായിക്കഴിയില്ല. 10-22 വയസ്സായാൽ പിന്നെ 10-22 വയസ്സായാൽ പിന്നെ എഴുതാം. പിന്നെ ഇതൊക്കെ കൈ പിടിച്ചോട്ടാ തീറ്റ് വേണം. പിന്നെ അത്യാവശ്യം വരുമ്പം വന്ന് വായിലിടുക, മുട്ടയിടും. അത് കുറച്ച് കഴിയുമ്പം അത് അലത്ത് കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞു പിന്നെ വായും കഴിച്ചു പിന്നെ വേറെ എല്ലാം കഴിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ആണോ? പിന്നെ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കൊരു മുട്ടായി തിന്നാൻ കൊതി ഉണ്ടായിരുന്നു. അല്ല, ഇതൊരു ചെറിയ ഓട്ടാണ്. അതിട്ടോണ്ടെങ്കിൽ എപ്പോഴും പോയിട്ടോട്ട് വന്നിട്ട് അതിന് വല്ല രുചിയുണ്ടോ, അതിൻ്റെ വല്ല ചുവയുണ്ടോ? അതങ്ങനെ അങ്ങനെ കഴിക്കാൻ കൊള്ളുകയില്ല. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു മുട്ടായി തിന്നാൽ കൊള്ളാമെന്നുണ്ടോ? എലിക്കുട്ടിയമ്മയുടെ ഒരു മുട്ടായി ഉണ്ട്, അത് തരുമെന്ന് വിചാരിച്ചാ. തരുമോ? മുട്ടായി എനിക്ക് തരുമോ? മുട്ടായി? മുട്ടായി ഒന്നുമില്ല. പിന്നെ എന്നാ കയ്യിരിക്കുന്നേ? മുട്ടായി അല്ലേ അത്? മുട്ടായി അല്ലേ? മുട്ടായി അല്ലേ? ഇച്ചിരി തിന്ന് നോക്കി. ഇച്ചിരി തിന്ന് നോക്കിക്കേ. തിന്ന് നോക്കാം. അപ്പം മുട്ടായി ആണോന്ന് അറിയാലോ. മുട്ടായി ആണോ തിന്ന് നോക്കുമ്പോൾ അറിയാമല്ലേ? ഇല്ലേ? പിള്ളേരോടുള്ള സ്നേഹം എപ്പോഴും കണ്ടോ. പിള്ളേർ ഇവിടെ ഇല്ല. ആണോ? എന്നാ എനിക്ക് ഞാനൊരു പിള്ളയല്ലേ? ഞാനൊരു പിള്ളയല്ലേ? എനിക്ക് തരാൻ മേലേ? ഞാനൊരു കൊച്ചല്ലേന്ന് എനിക്ക് തരാൻ മേലേന്ന്? ഞാനൊരു കൊച്ചല്ലേ? ഏത് പിള്ളേരാ ഇവിടെ ഉള്ളതിന്? ഇവിടെ പിള്ളേരാ ഏതാ ഉള്ളേ? ആരൊക്കെയാ? അവരുടെ പേരെന്താ പറഞ്ഞേ? ആരൊക്കെയാ? പേരെന്നാ? അവരുടെ പേരെന്നാ? അവരുടെ പേരൊക്കെ എന്തോ പ്രത്യേകം ഒന്ന് പറയാൻ പറ്റിയ. അതിനാ? അതിൻ്റെയൊന്നും ആവശ്യമില്ല. അങ്ങനെ പിന്നെ എങ്ങനെയാ കൊടുക്കുന്നേ? അതൊക്കെ അറിയില്ലൊക്കെ അറിഞ്ഞോ. അവരുടെ അമ്മമാരുമായിട്ട് ആവശ്യങ്ങൾ നടത്താൻ നേരത്തെ എല്ലാം പറഞ്ഞ് ചെയ്യുമോ? ആണോ? മറ്റുള്ളവർക്ക് കൊണ്ടു സദ്യ ചെയ്യും. എനിക്ക് മുട്ടായി തരികയില്ല. എനിക്ക് മുട്ടായി തരത്തില്ല. എനിക്ക് മുട്ടായി തരത്തില്ല. മുട്ടായി ഇല്ലാഞ്ഞ് ആർക്കും കൊടുത്തില്ല. കൊടുക്കാനില്ലാഞ്ഞ് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറുത്. ആണോ? അല്ല അതെനിക്ക് തരാൻ മേലേ? ഇതെല്ലാം ഉണ്ടാക്കണമെന്ന് ഒത്തിരി വേണ്ടേ? അത് വേണം. അതിനെ പറ്റുന്ന കാര്യമാണ്. ഇല്ലില്ല. അത് എനിക്ക് തരാൻ മേലാന്നാ ചോദിച്ചേ. അതെനിക്ക് തരാൻ മേലെന്നാ ചോദിച്ചേ. ആ മുട്ടായി
അത് തരാൻ അങ്ങോട്ട് തരാനല്ലേ. ഏ പിന്നെ എത്ര പേരുണ്ട് വേറെ ഈ ഒരു മുട്ടായി കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാനായിട്ട്? ഒരു മുട്ടായി കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? കുറച്ച് വരുമ്പോൾ അവർ പിള്ളേരെ ചോദിക്കുമ്പം ഇങ്ങനെ തന്നത് ഞങ്ങൾക്ക് തരാൻ പറയുമ്പോൾ കൊടുക്കണ്ടേ? അല്ല ഒരെണ്ണല്ലേ ഉള്ളൂ. അത് അവർക്ക് കൊടുക്കണ്ടേ? ഒരെണ്ണല്ലേ ഉള്ളൂ. ഒരെണ്ണം ഉള്ളതേ. അതുകൊണ്ട് എല്ലാവർക്കും അത് ചെറുതാക്കി അവർക്ക് കൊടുക്കും. മുറിച്ച് കൊടുക്കാൻ. 2-3 പീസാക്കി കൊടുക്കും. 5 അപ്പം കൊണ്ട് 5000 പേരൊക്കെ കൊടുത്ത പോലെ. അല്ലാതെ വയർപ്പാട്ട് തിന്നാനല്ല. അപ്പം 5 അപ്പം കൊണ്ട് 5000 കൊടുത്ത ഇതുപോലെ ആയിരിക്കും അല്ലേ? ആണോ എലിക്കുട്ടിയമ്മേ? ഈശോ 5 അപ്പം കൊണ്ട് 5000 പേർ കൊടുത്ത പോലെയാണോ? ഈശോയെ 5 അപ്പം കൊണ്ടേ 5 അപ്പം കൊണ്ടേ 5000 വരെ അതാ ഈശോയുടെ കാലത്ത് അതോ പറ്റുമോ? അതുപോലെയാണോന്നാ ചോദിച്ചേ. അതുപോലെ ഇതൊന്നും പറ്റിയല്ല. ഇല്ലേ? ഇത് കൊണ്ട് പറ്റിയല്ലേ? 1 കണ്ടിച്ച് 2 കണ്ടിച്ച് കഴിയുമ്പോൾ ഇതൊന്നുമില്ല. ഏയ് അതുപോലെയാണ് ഈശോയുടെ കാലത്ത് പറയുമ്പോൾ ഈശോ നിശ്ചയിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ. അല്ല ഇതുകൊണ്ട് 50 പേർ കൊടുക്കാൻ മേലേ? ഇത്ര സാധനമാണ്. അതല്ലേ പറഞ്ഞേ എനിക്ക് തന്നേക്കാൻ പറഞ്ഞേ. അതല്ലേ എനിക്ക് തന്നേക്കാൻ പറഞ്ഞേ. എനിക്ക് തന്നേക്കാൻ പറഞ്ഞേ. മുറിച്ച് കളയണ്ടല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞേ. പിന്നെ അതിന് നിനക്ക് തന്നെ. എനിക്ക് തിന്നാൻ മേലേ? ഇത് പലർക്കുള്ളതാ. ഇത് രോഗികൾക്കുള്ളതാ. രോഗികൾക്കുള്ളതാണോ? ഗുളികയാണോ? ഇതല്ലാതെ ഇയാൾക്ക് ഒരാൾക്കായിട്ട് പ്രത്യേകം രോഗത്തിന് മറ്റൊന്നും ആയിട്ടുള്ളതല്ല. ഒരു രോഗിക്ക് വേണ്ടിയിട്ടുള്ളത് ആ രോഗി തന്നെ കഴിക്കണം. എന്നിട്ട് അതിൻ്റെ രോഗം കുറയോ? അത് മരുന്നല്ലേ? അത് മരുന്നല്ലേ രോഗം കുറയാൻ കഴിക്കുന്നേ? അങ്ങനെയൊക്കെയാ ഓരോന്ന് പാസ്സാക്കിയേക്കണം. അത് ശരി. ഇത് മരുന്നല്ലല്ലോ, ഇത് മുട്ടായി അല്ലേ? ഇനി എല്ലാവരും പോയി കേടാ. എനിക്ക് മുട്ടായി താ. എന്നാ പറയാനിരിക്കും? എനിക്ക് മുട്ടായി എനിക്ക് തന്നേക്കാനേ. എന്നാന്നേ മുട്ടായി? അത് ഇത് തരികയല്ലേ? ഇത് വെച്ചേക്കണം. ഇത് കൊടുക്കാൻ ആൾക്കാർ പുറത്ത് കിടക്കണം. ആര്? അവർ വരുമ്പോൾ എനിക്ക് കൊടുക്കണം. ആരൊക്കെ വരാനുള്ളേ? ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് കിട്ടിയത്. പള്ളിയിൽ നിന്ന് കിട്ടിയതാണോ? വിവാഹം തന്നല്ലേ? വേണ്ടിയിട്ട് അത് ഒന്നിനും എടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരുന്നാ. ഇത് വിവാഹം തന്നല്ലേ? ഇനി ഇതിന് ആവശ്യമുണ്ട്. അച്ഛന്മാർ ആണെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കണോ? അവരെ അതിന് അലത്ത് പോയില്ലേ? അവർ വെഞ്ചരിച്ചൊക്കെ തരും. അതിന് വേണ്ടിയിട്ട് അച്ഛന്മാർ മുട്ടായി വെഞ്ചരിച്ച് തരുവാണോ? അച്ഛന്മാർ മുട്ടായി വെഞ്ചരിച്ച് തരുവാണോ? അച്ഛൻ മുട്ടായി വെഞ്ചരിച്ച് തരുവാണോ? തരുമെന്നോ? ആർക്ക്? അമ്മ എലിക്കുട്ടിയമ്മയ്ക്ക്. അത് പിള്ളേർക്കല്ലേ കൂടുതൽ. പിള്ളേർ ചെറുപ്പം അവർക്കല്ലേ കൊടുക്കുള്ളൂ. അവർക്കേ ഉള്ളൂ. വലിയവരൊക്കെ പ്രായപൂർത്തിയായതല്ലേ. അവർക്ക് പിന്നെ എന്തെങ്കിലും മുട്ടായി കൊടുക്കണം. വലിയവർക്ക് മുട്ടായി തിന്നാന്നേ. മുട്ടായി പിള്ളേർക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും തിന്നാൻ മേലേ? മുട്ടായി പിള്ളേർക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും തിന്നാൻ മേലേ? പിള്ളേർക്കൊക്കെ കുറേ ചിരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നീളത്തിലൊന്നുമില്ല. കുഞ്ഞ് ഒരു ഇത്രയും വീട്ടിൽ ഒരെണ്ണം എത്ര എണ്ണത്തിന് എങ്ങനെ കൊടുക്കാം? അതാ ഞാൻ ചോദിച്ചേ. ഇതുകൊണ്ടു അതാ ഞാൻ ചോദിച്ചത്. അതെനിക്ക് തന്നേക്കാൻ പറഞ്ഞേ. ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് തന്നേക്കാൻ പറഞ്ഞേ. എനിക്കാകുമ്പോൾ ഒത്തിരി പിള്ളേർ കൊടുക്കുകയും വേണ്ടല്ലോ. ഒന്ന് കൊടുത്താൽ പിന്നെ ശകലവും ഇല്ല. ഇല്ല. അത് അനക്കാനുള്ളൂ. അതല്ലേ പറഞ്ഞേ അതെനിക്ക് തന്നേര്. പിന്നെ ചെയ്യാൻ പറ്റേ. അതല്ലേ പറഞ്ഞേ എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. അത് നേരത്തെ തരപ്പം വിളമ്പി തരും. എന്നാലും അതൊക്കെ തിന്നാൽ മതി. എനിക്ക് തരുമോ? ഇങ്ങനെ ഇതൊക്കെ എല്ലാവരും കൊടുക്കും. എനിക്ക് തരുമോ? വീട്ടിലുള്ള കാരണവന്മാരും മക്കളും ഒക്കെ. എല്ലാവർക്കും അത് മുറിച്ച് കൊടുക്കുമോ? എല്ലാവർക്കും മുറിച്ച് കൊടുക്കുമോ? എല്ലാവർക്കും പ്രായം ആയിട്ടും അല്ലാത്തവരും ഇവിടെ കടക്കലും ഉള്ളവർക്ക് കൊടുക്കും. ലോകത്തിലുള്ള എല്ലാവരും കൊടുക്കാൻ പറ്റും. അത് പറ്റിയല്ല. ഇപ്പം ഞാനല്ലേ ഇവിടെ കിടക്കുന്നത്, എനിക്ക് തന്നേര്. ഞാനല്ലേ ഇവിടെ കിടക്കണേ? അല്ലേ ഇവിടെ കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത് അപ്പം എനിക്ക് മുട്ടായി തരാൻ മേലേ? കഞ്ഞി മേടിച്ച് കുടിച്ച് കിടന്നാൽ മതി അല്ലേ? എനിക്ക് മുട്ടായി തരാൻ മേലേ? അല്ല എനിക്കിട്ടുമ്പോൾ മുട്ടായി തരാൻ മേലേ? ആ മുട്ടായി എനിക്ക് തരാൻ മേലേ? കൂടെ കിടക്കുന്നതല്ലേ? തരാൻ മേലേ? അല്ല ഇപ്പം അതല്ലേ പറഞ്ഞേ. എന്നാ എലിക്കുട്ടമ്മ തിന്ന്. കൊടുക്കാനില്ല. അത് എലിക്കുട്ടമ്മ തിന്നാ. ഇത്ര സാധനം
ആ ഇത്രയേ ഉള്ളൂ. അത് എലിക്കുട്ടിയമ്മ തിന്ന്. ഇതാ. ആ അത് തിന്നാൻ മേലേ. അത് എലിക്കുട്ടിയമ്മ തിന്നുന്ന. ഏ? എലിക്കുട്ടിയമ്മ തിന്നാനേ. എന്നാ? എലിക്കുട്ടിയമ്മ തിന്നാൻ. തിന്നാനോ? ആ എനിക്ക് തിന്നാനല്ല. ആ ഇതിന് ആവശ്യമുണ്ടോ? എലിക്കുട്ടിയമ്മയ്ക്ക് തിന്നാൻ തന്നല്ലേ അത്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാനിട്ടൊന്നും ശരിയല്ല. അതിനാ നേരത്തെ സാധനങ്ങളൊക്കെ അത് എല്ലാവർക്കും കൊടുക്കുള്ളൂ. ആ. അല്ല ഞാനും തിരിഞ്ഞ് കഴിക്കുക. നേരത്തെയൊക്കെ അത് കൊടുക്കണം എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടാനുള്ള. അത് നേർച്ചയല്ലേ അത്. അത് നേർച്ചയല്ലല്ലോ. ഇത് നേർച്ച ആര് പറഞ്ഞ്? മുട്ടായി എങ്ങനെ നേർച്ച തന്നെ? മുട്ടായി നേർച്ച കൊടുക്കുന്ന ഒരു സ്ഥലവും ഇല്ല. അച്ഛൻ കൊണ്ടാ തന്ന് വീട്ടിൽ കൊണ്ടാ വെച്ചു പോയ നേർച്ച. ഏതാച്ചൻ? ഏതാച്ചൻ? ഏതച്ഛനാ? ആ പള്ളിയിൽ അച്ഛൻ വീട്ടിൽ വന്നോണ്ടിരിക്കുക അച്ഛൻ. പിന്നെ വീട്ടിൽ അച്ഛൻ വന്നുകൊണ്ടിരിക്കും. അച്ഛൻ അതിനാ നേരം. അച്ഛനൊന്നും വരികയില്ല. അച്ഛനൊന്നും വരുമൊന്നുമില്ല. ഇത് വിവാൻ തന്നതല്ലേ? ഇല്ല. വിവാൻ തന്നതല്ലേ ഏത്? ഇത് മുട്ടായി? ആ വിവാൻ തന്നു. വിവാൻ എവിടെ കിട്ടിയിട്ടാ? വിവാനൊക്കെ കിട്ടും. അച്ഛൻ കൊടുത്തില്ലല്ലോ. വിവാൻ അച്ഛൻ കൊടുക്കുന്നുണ്ട്. അച്ഛന്മാരാരാ മുട്ടായി കൊടുക്കണം? വളരെ കുറച്ച് അച്ഛന്മാരല്ലേ മുട്ടായി കൊടുക്കുള്ളൂ. അച്ഛൻ വന്നപ്പോൾ വിവാൻ അവിടെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നോ? പേലിക്കുട്ടിയമ്മയുടെ കോഴിക്കോട്ട് പോയിരിക്കുക. ആണോ? പേലിക്കുട്ടിയമ്മയുടെ തന്നിട്ട് പോയതാ. മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി എലിക്കുട്ടിയമ്മയുടെ തന്നിട്ട് പോയതാ. എന്നാ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയേ. പിന്നെ അച്ഛൻ തിരിച്ച് ഇവിടെ വന്നേച്ചും പിന്നെ ഇവിടെ വന്ന് അവിടെ മുറി തുറന്നു ഞാൻ കൊടുത്തു. അച്ഛൻ കയറി എടുക്കാനുള്ളതൊക്കെ എടുത്തു, പഠിക്കാനുള്ളതൊക്കെ എടുത്തു. ആ എന്നുവെച്ചും ഭക്ഷണം കൊടുത്താൽ കഴിച്ചു. അച്ഛനോ? ആണോ? ആഹാ. അപ്പം എലിക്കുട്ടിയമ്മയുടെ മകൻ അച്ഛനുണ്ടോ? എലിക്കുട്ടിയമ്മയുടെ മകൻ അച്ഛനുണ്ടോന്ന്? കുട്ടി അമ്മയുടെ മകൻ അച്ഛനുണ്ടോ? അച്ഛനോ? ആ അച്ഛൻ അതല്ല, ആ ഇത് വേറെയാ. പഴയ അച്ഛനോ? പഴയ അച്ഛനാണോ? അല്ല പഴയ അച്ഛനാണേലും എലിക്കുട്ടിയുടെ മകനാകണ്ടേ? അച്ഛന്മാർക്ക് അങ്ങനെ പ്രായമില്ല. അത് പിള്ളേരുടെ പ്രായമല്ല. അതെ. പ്രായക്കുറവല്ല. അല്ല വീട്ടിൽ വന്ന് മുറിയൊക്കെ തുറന്ന് കയറി എടുക്കണമെങ്കിലേ അതാ ഞാൻ ചോദിച്ചേ. സമയം തോറുമായോ ഉണ്ടോ? കുത്തിയിരുന്നവരെ കോനാരം പറഞ്ഞു. കേട്ടോ ഇല്ലാതെ വിവാഹം കൊടുത്ത മുട്ടായിയാണ്. അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് പല രീതിയിൽ പറയുന്നു. നേർച്ചയായിട്ടാണെന്ന് പറയുന്നു, നേർച്ച കിട്ടി അച്ഛൻ തന്നതെന്ന് പറയുന്നു. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എലിക്കുട്ടിയമ്മയുടെ. അത് പക്ഷേ അത് എലിക്കുട്ടിയമ്മയുടെ കഴിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എലിക്കുട്ടിയമ്മ അത് കഴിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. എലിക്കുട്ടിയമ്മയെ തിരിക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് കണ്ടിട്ട്. അത് മിക്കവാറും പോയി എവിടെയെങ്കിലും വെക്കാനാണ് സാധ്യത. ഞാൻ ചോദിച്ചിട്ട് എനിക്കും തരുന്നില്ല. ഞാൻ മകനല്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണല്ലോ എലിക്കുട്ടിയമ്മ അങ്ങനെ തരാതിരിക്കുന്നത്. അതാരാ പടം? അതാരെയാ പടം? ആ പടം, ആ പടം ഫോട്ടോ ആരെയാന്ന് ചോദിച്ചേ. വേളാങ്കണ്ണി മാതാവാണോ? വേളാങ്കണ്ണി മാതാവാണോ? വേളാങ്കണ്ണി മാതാവാണോ എന്ന്. കിടക്കാറൊന്നും ആയില്ല. അപ്പോൾ ദേഷ്യപ്പെടണം. എലിക്കുട്ടിയമ്മയോട് നമ്മൾ ചോദിച്ചും ഇതൊന്നും എലിക്കുട്ടിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ മുട്ടായിക്ക് തരുമോ? ഒന്നും കൂടെ ചോദിച്ചു നോക്കാം എന്നാ പറയണമെന്നറിയാം. മെമ്മറി ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാറി മാറി പോകുന്നതിൻ്റെ പ്രശ്നമാണിത്. അറിയാലോ, അതിങ്ങനെ നോക്കുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയത്തില്ല. അവർക്കൊരു കൗതുകമാണ്. എലിക്കുട്ടിയമ്മേ മുട്ടായി തരുമോ? മുട്ടായി തരുമോ എന്നാ ചോദിച്ചേ. ആ ഉണ്ടോ? എലിക്കുട്ടിയുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. അവിനി എന്നാ ഏതെടുത്ത്? മുട്ടായി അല്ലേ അത്? എന്നാണല്ലോ മുട്ടായി അല്ലേ? അല്ലേ? നല്ല മുട്ടായി അല്ലേ? പിള്ളേർക്ക് മുട്ടായിക്കകത്താണോ മരുന്ന് കൊടുക്കണേ? അതിച്ചിരി മതി. എനിക്കിച്ചിരി മതി. എനിക്കിച്ചിരി മതിയെന്നേ. ആ എന്നാ എനിക്കിച്ചിരി മരുന്ന് കഴിക്കാനാ. എനിക്കിച്ചിരി മരുന്ന് കഴിക്കാനാ. ആ അത് മതി. അതല്ലേ ചോദിച്ചേ. ഇത് എലിക്കുട്ടിയമ്മ വായിലിട്ട് അനക്കിയാൽ പോരെ? അത് എലിക്കുട്ടിയമ്മ വായിലിട്ടങ്ങ് അനക്കിക്കേ. എലിക്കുട്ടിയമ്മ അമ്മയുടെ വായിലിട്ടങ്ങ് അനക്കാനേ. ആ അതിനാ അത് കൊടുക്കാനില്ലല്ലോ. ഒരാളുടെ വായിലിടാനുള്ള ഇല്ലല്ലോ.
ഞാൻ തിന്നാനൊന്നുമല്ല. പിന്നെ എനിക്കങ്ങനെയുള്ള നിന്നോർക്കൊന്നും അങ്ങനെയൊന്നുള്ളത് ഇഷ്ടമില്ലല്ലേ? എന്നാൽ എനിക്ക് തന്നേര്. ഇതങ്ങ് വെച്ചു കിടക്കാൻ പോവാം. ആ എന്നാൽ എനിക്ക് തന്നേര്. വൈകിട്ട് രാവിലെ എഴുക്കുമ്പോൾ കൊടുക്കും. ആർക്ക്? അത് മതി അവർക്ക്. അതിനെ കൊടുക്കും. ആർക്കാ? അത് നേർച്ചയൊക്കെ അല്ലേ ഇതൊക്കെ. മുട്ടായിയോ? തോന്നുന്ന പോലെ എടുത്ത് കളിയാൻ പണിയാനുള്ളതല്ല. അതൊന്നുമല്ല, കർശനമായിട്ടുള്ള കാര്യമാണ്. മുട്ടായി നേർച്ച ഏത് പള്ളിയിലാണ് ഉള്ളത്? എന്തോ ഇല്ല എന്തോ ഇല്ല. മുട്ടായി നേർച്ച ഏത് പള്ളിയിലാണ് ഉള്ളത്? ഞാൻ ഇങ്ങും കേട്ടിട്ടില്ല കേട്ടോ. ആരെങ്കിലും അങ്ങനെ ഒരു പള്ളിയിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മുട്ടായി നേർച്ചയുള്ള പള്ളി. കുട്ടിയും പറയണം മുട്ടായി നേർച്ചയാണ്. ആ നേർച്ച എനിക്ക് എരിയല്ലേ? ആ നേർച്ചക്കൂട്ടി ഇച്ചിരി താ. ആ നേർച്ചക്കൂട്ടി ഇച്ചിരി തരാനേ. നേർച്ചക്കൂട്ടേ ഇച്ചിരി തരാൻ. ആ അതിനാ? ആ കണ്ടിക്കണം. ഒന്നുമില്ലേ? ആ അതുണ്ടല്ലോ. ആ അതുണ്ടല്ലോ. ഒരു കത്തി കൊണ്ട് കണ്ടിച്ച് ഇച്ചിരി എടുത്തേച്ച് ബാക്കി തന്നെ ഇവിടെ എത്ര പേർക്ക് കൊടുക്കാനുള്ള ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പം എലിക്കുട്ടിയമ്മയുടെ മൈൻഡിൽ മാറിയതുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞ മൈൻഡിൽ നിന്ന് എലിക്കുട്ടിയമ്മയ്ക്ക് വന്ന വ്യത്യാസം. അവരെ കൊണ്ട് ചേച്ചിയാക്കിച്ച് കൊടുക്കണം. മുറിക്കാനാ? ഇച്ചിരി വായി വെക്കാൻ മാത്രമേ ഉള്ളൂ. നേർച്ചയാ. ആണോ? നേർച്ച ഇച്ചിരി വായിലിട്ട് തിന്നാനില്ല. അല്ല, എല്ലാവർക്കും ഇച്ചിരി കൊടുക്കാം അല്ലേ? പെട്ടിയുടെ അവിടെ നോക്കാം. പെട്ടിക്ക് ഉറുമ്പ് കയറിയല്ലേ? ഉറുമ്പ് കയറിയല്ലേ? ഉറുമ്പ് കയറുവാണ്. ആ ഉറുമ്പ് കയറിയാൽ എല്ലാവർക്കും തിന്നാൻ പറ്റുമോ? ഉറുമ്പ് പെട്ടിക്കകത്തോട്ട് കയറും. പിന്നെ പെട്ടിക്കകത്ത് ഉറുമ്പ് കയറിയല്ലേ? കിടക്കണം. ഉറുമ്പ് കയറിയാലേ ആർക്കും തിന്നാൻ പറ്റാതെ വരും. ഉറുമ്പ് കയറിയാൽ ആർക്കും തിന്നാൻ പറ്റാതെ വരും. കയറിയാൽ ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? മനുഷ്യർക്കോ? ആ ഉറുമ്പ് തിന്നേച്ചോ? ആ ഉറുമ്പ് തിന്നേച്ചോ? ആ ഉറുമ്പ് തിന്നാനായിട്ട് ഉറുമ്പിന് കൊടുക്കുമല്ലോ. പിന്നെ പെട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഉറുമ്പ് കയറിയല്ലേ? അത് കൊള്ളിയല്ലാതെ നല്ലത് കഴിക്കാൻ കൊള്ളിയല്ലാത്തത് മാറ്റിയിട്ട് അതല്ലേ ഉറുമ്പ്. അപ്പം എലിക്കുട്ടിയമ്മയുടെ കയ്യിലിരിക്കുന്ന നല്ലതല്ലേ? എലിക്കുട്ടിയമ്മയുടെ കയ്യിലിരിക്കുന്നത് നല്ലതല്ലേ? അല്ലാതെ എപ്പോഴും അങ്ങനെ ഇതൊക്കെ കിട്ടാൻ വഴിയുണ്ടോ? അതില്ല, അതില്ല. അതല്ലേ പറഞ്ഞേ. അതുകൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഉറുമ്പ് കയറിയല്ലാന്നാ ചോദിച്ചേ. അതുകൊണ്ട് എന്തെന്തോ ആരും ഒന്നും ഓടിക്കേണ്ട. അപ്പം എലിക്കുട്ടിയമ്മ തിന്നോ? അല്ലെ പിന്നെ ഉറുമ്പ് കയറി പോവും അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ. എലിക്കുട്ടിയമ്മേ അത് തിന്നോ? നീ കിടക്കാനേ കിടക്കാനൊന്നും സമയമായില്ല. ഇരിക്കണേ. ഞാനും കിടക്കാൻ, എല്ലാവരും കിടക്കാൻ പോകാം. ഇനി നേരം വെളുക്കുക. നേരെ കൊടുത്തോട്ടെ. എലിക്കുട്ടിയമ്മ മുട്ടായി തിന്ന്, അല്ലെ പിന്നെ ഉറുമ്പ് കയറും. ആ മുട്ടായി അത് തിന്ന്. സ്വന്തം ബന്ധമില്ലാതെ ഇങ്ങനെ കുറേ അതെന്താ എന്നെ കാര്യം എങ്ങനെ കാര്യം നടക്കും? അത് ശരിയാ, കാര്യം നടക്കില്ല. കാര്യം നടത്തണം. ആരും നടത്തിയില്ല. സ്വന്തം ബന്ധമുള്ളവർ തന്നെ വേണം. പൈസയും കൈ പിടിച്ചാണോ ചെയ്യാൻ കൊള്ളാവുന്ന ആൾക്കാരുണ്ടോ? ദേശീയ ഭാവമാണ് മുഖത്ത് കണ്ടോ. നടക്കോളോ? എന്നാ മുട്ടായി തിന്നെ. അത് മരുന്നല്ലേ? വല്ലവരുടെയും കയ്യിലേ കണ്ടോണ്ട് നടന്നിട്ട് എന്നാ കിട്ടാൻ? ആ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവർക്ക് തോന്നിയെങ്കിൽ തന്നെ തോന്നുന്നില്ല, അല്ലെങ്കിൽ മതിയല്ല. അതൊക്കെ തല കടത്താതിരിക്കുക. അതെ അതെ, അത് ശരിയാ. പോയിട്ടൊരു കാര്യവുമില്ല. അവനൊരു ഐശ്വര്യം കൊടുക്കും. വില പോയി. പിന്നെ വില കളയേണ്ട കാര്യമുണ്ടോ? വല്ലവരും പുറകെ നടന്ന് ഞാനും നീതി തന്ന പെട്ടിക്കകത്തോട്ട് പോകുന്നു. ആളെ പിള്ളേർ വരുമ്പോൾ അവരെടുത്തോളൂ. പിള്ളേരൊന്നും എടുക്കുകയില്ല. പിള്ളേരൊന്നും നാളെ വരികയില്ല. പിള്ളേരൊന്നും നാളെ വരികയില്ല. ആര് പറഞ്ഞു? ഇല്ല, പിള്ളേരൊക്കെ വരും. പിള്ളേരൊന്നും വരികയില്ല. പിള്ളേരൊന്നും എല്ലാവരും ഇല്ല. എന്തായാലും 2-3 പേര് വരുന്നുണ്ട്. ആണോ? അത് മതിയല്ലോ. ആ 2-3 പേര് വന്നാൽ മതി. എന്തിനാ ഒത്തിരി വരുന്നേ? പെട്ടി തുറന്ന് വെട്ടിക്കകത്ത് വെക്കാൻ പോകാമെന്ന് തോന്നുന്നു. എന്നെ കാണിക്കണമെന്ന് അറിയത്തില്ല. നോക്കട്ടെ. എല്ലാം ഇളക്കി മറിക്കുന്നുണ്ട്. അതിനിടയിലും കണ്ട് കൊണ്ട് വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതേ അതിനിടെ വെച്ച് ഉറുമ്പ് കയറിയല്ലേ? അതിനിടെ കൊണ്ട് വെച്ച് ഉറുമ്പ് കയറി തുണിയിൽ അരിച്ചു പോയല്ലേ? മുട്ടായി കൊണ്ടേ ഉറുമ്പ് കയറി അരിച്ചു കളയും. ആ എലിക്കുട്ടമ്മയ്ക്ക് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എലിക്കുട്ടമ്മേനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എലിക്കുട്ടമ്മയ്ക്ക് ഇഷ്ടമില്ല. അതാണ് അതിനകത്തെ കാര്യം. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എലിക്കുട്ടമ്മയുടെ മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എലിക്കുട്ടമ്മ ദേഷ്യപ്പെടും. അതൊരു സംഭവം. അതേ
ആ ഇതിൽ ഉറുമ്പ്, അതുകൊണ്ട് അതിനകത്ത് ഇടയ്ക്ക് വെച്ചേ. ഈ ഉറുമ്പ് കയറിയല്ലേ, ഉറുമ്പ് കയറിയേ ഉടുപ്പെല്ലാം കളയല്ലേ. തൊണ്ടയിലാട്ടെല്ലാം വെച്ച് ഇതെല്ലാം കിടക്കണം. ഉറുമ്പേ, ഉറുമ്പ് കയറി ഉടുപ്പെല്ലാം അരിച്ച് കളയല്ലേ. ഉറുമ്പ് കയറിയേ, എന്താ ഉറുമ്പ് കയറി. ഊമ്പല് ഉറുമ്പ് ഉറുമ്പ് ഊമ്പോ ആ എവിടെ? പെട്ടിക്കകത്ത്. ഇങ്ങോട്ടും കയറിയേ അകത്തോട്ടും കയറി. ഉറപ്പാണോ? കയറിയല്ല പിന്നെ ഊമ്പു. ആ മുട്ടായി എല്ലാം ഉറുമ്പ് കയറി അരിക്കും. മുട്ടായി ഉറുമ്പ് കയറി അരിക്കും. മുട്ടായി ഉറുമ്പ് കയറി അരിക്കും. ഊമ്പ് തിന്നാനാ? ആ അത് വരികയല്ല. അതിനാ അതിൽ അതിനകത്ത് കയറാനൊന്നും അറിയത്തില്ല. ഉറുമ്പിനോ? സ്ഥലമൊന്നും അറിയത്തില്ല. പിന്നെ ഉറുമ്പ് മണം പിടിച്ചാൽ വരും. ഇല്ല മണം പിടിച്ചാൽ ഉറുമ്പ് വരുന്നത്. ഇല്ല. എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാൻ പറ്റും. നാളായിട്ട് കയറിയ ഒരു സാധനം വായി അതുങ്ങൾ തിന്നിട്ട് പിന്നെ ആ പണ്ട് ചെതല് കയറിയതാ. എത്ര വർഷമായതാ. അതൊക്കെ ശരിയാ, പണ്ട് ചെതല് കയറിയതാ പഴയ വരെയായിരുന്നു. അപ്പം അതുകൊണ്ട് അത് ഉറുമ്പ് കയറി തിന്നും. ഉടുപ്പെല്ലാം ഉറുമ്പ് കയറി കളയും. ഉടുപ്പൊക്കെ ഉറുമ്പ് കയറി അരിച്ച് കളയും. ഊമ്പോ ആ ഊമ്പൊക്കെ വലയിലേ പോയി കാണും. ഉറുമ്പ് പോലെ. സാധനങ്ങൾ കൊണ്ടുപോയി കഴിയുമ്പോൾ അതുങ്ങളൊക്കെ പോകും പുറത്തേക്ക്. ആ ഉറുമ്പ് ആ സാധനം എടുത്തുകൊണ്ട് പോകും, പുറത്തിട്ടും. പക്ഷെ അവർ ഇതിൻ്റെ കൂടെ തുണിയിലായിരിക്കും. അല്ലാതെ അതുങ്ങൾ ഈ വട്ടത്തെ കണ്ടാൽ കിട്ടിയറിയാം. ആ അതെ മനുഷ്യക്കാരോ അറിവുണ്ട്. ആ അത് ശരിയാ. അവർക്ക് എവിടെ കിട്ടുന്നതെന്ന് അറിയാം. അവിടെ ഒന്ന് കയറി എടുത്തോണ്ട് പോകല്ലേ പറഞ്ഞേ. അപ്പോൾ എലിക്കുട്ടിയമ്മ മുട്ടായി കൊണ്ട് തുണിക്ക് പോയി കിടക്കാൻ ബാക്കിയുള്ളവർക്കൊന്ന് കിടക്കണമെന്ന് വായിക്കണം. എലിക്കുട്ടിയമ്മ ഭയങ്കര ദേഷ്യഭാവത്തിൽ സമയം കളയാം. വെറുതെ പോയിക്കണം, വീട്ടിൽ പോയിക്കണം, ഉറങ്ങിക്ക് ബാക്കിയുള്ളവർക്ക് എത്ര സുഖമാണ്. അതിനെ പോവാഞ്ഞേ, അങ്ങനെ പോകേണ്ടതായിരുന്നു. അതിനെ പറ്റിയേ പോകാൻ പറ്റാഞ്ഞ എന്നാ? പോകാൻ പറ്റാഞ്ഞ എന്നതാ? എന്നാ ഉച്ചയ്ക്ക് വീട്ടിലേ പോകാൻ പറ്റാഞ്ഞത്? ഉച്ചയ്ക്കോ? ഉച്ചക്കല്ല. ഉച്ചയ്ക്ക് പോയാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് പോകാൻ പറ്റിയായിരുന്നു. ആ ഉച്ചയ്ക്ക് കഴിഞ്ഞ് പോകാൻ പറ്റിയത് അത് ശരിയാ. ഉച്ചയ്ക്ക് പോയാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് പോകാൻ പറ്റിയല്ലോ. പോയില്ലേ പിന്നെ സമയമുണ്ടോ? അതില്ല. അപ്പം ഈ മുട്ടായി ഉറുമ്പ് കയറി കളയും. ഉറുമ്പ് കയറി തുണിയിൽ അരിച്ച് കളയും. ഇപ്പം ഇങ്ങോട്ട് ഏതൊക്കെ വല്ലത് ആർക്കറിയാം? ആര് ഇങ്ങോട്ടാരാ വരാനുള്ളേ? അന്തോ ബന്ധവും ഇല്ലാതെ പേലിക്കുട്ടമ്മ മുട്ടായി തിന്നില്ല. അതിങ്ങനെ കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ സംബന്ധി നിങ്ങൾ കണ്ടല്ലോ സംഭവം. അവിടെ പോയി കിടക്കാൻ നോക്കാം. അവനവൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനം ഉണ്ടാക്കി അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചോ ഇതിൽ പോയി കിടക്കാം. ഒന്ന് ഉറങ്ങാന്നോ? ഇങ്ങനെ മനുഷ്യൻ നടത്താൻ എന്നതാ? മനുഷ്യൻ്റെ ബുദ്ധി തന്നെ ഇല്ലാതായി. ബുദ്ധി മുഴുവൻ പോകല്ലേ പേലിക്കുട്ടിയമ്മ. അതുകൊണ്ട് തുണിക്കടയിലായിട്ട് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചും പോയി അടുത്ത പണി നോക്കണം. എന്തെങ്കിലും ശരിയാവുമോ? എലിക്കുട്ടിയമ്മ അതുകൊണ്ട് ഈ പറഞ്ഞ ഇതനുസരിച്ച് എലിക്കുട്ടിയമ്മ അതുകൊണ്ട് പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. പിള്ളേർ കൊടുക്കാനെന്ന് പറഞ്ഞ് മുട്ടായി കൊണ്ട് പെട്ടിക്കകത്ത് തുണിക്കടയിൽ വെച്ചിരിക്കുകയാണ്. അത് കൂട്ട് വെച്ച് അത് ഇപ്പോഴും കത്തി നിൽക്കണ ഏത് ഇത് വെട്ടാണ്. ഏതാ ലൈറ്റ് അല്ലേ? രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് വെച്ചാൽ ആണോ? അപ്പം ഈ ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പം നോക്കാത്തവർക്ക് ഇതിനൊക്കെ ഇത് കാണുമ്പോൾ ഒരു ഒന്നിലൊരു കോമഡി ആയിട്ട് തോന്നാം ചിലപ്പോൾ. അത് ഇവരുടെ കയ്യിലൊക്കെ കൊണ്ട് കൊടുത്ത് നേർച്ച കഴിച്ചുകൊണ്ട് ഇരുന്നപ്പം കൊണ്ട് കൊടുത്ത് പിള്ളേർക്ക് കൊടുക്കാൻ കൊണ്ടതാണ്. ഈ ഇങ്ങനെയുള്ള മാതാപിതാക്കളെ നോക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും പെട്ടെന്ന്. പക്ഷേ മറ്റുള്ളവരെ കാണുന്നവർക്ക് ഇതായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ കളിയാക്കുന്ന പോലെയോ ഇവരെ കളിയാക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യിക്കുന്ന പോലെയൊക്കെ തോന്നുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവരെ മൈൻഡ് മാറി മാറി പോകുന്നതും ഇവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. അത് മോശമായി ചിന്തിക്കുന്നവർക്ക് മോശമായി ചിന്തിക്കുക, അതിന് നമ്മൾ മറുപടിയൊന്നും പറയാനില്ല. നല്ല രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അതിങ്ങനെ ചിന്തിക്കാം. കാരണം നാളത്തെ നമ്മുടെ നേർക്കാഴ്ചയാണിത്. നാളെ നമ്മൾ ഇങ്ങനെ ആയാൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഇന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം നമുക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. പിന്നെ കുറച്ച് പലരുമ്പം പ്രാർത്ഥനയൊക്കെ ചെല്ലിച്ചും നേരത്തെ വഴിപാട് കഴിക്കാം. നേരത്തെ വഴിപാട് കഴിക്കാം നമുക്ക്. ഇത് ദേഷ്യപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. നോക്കാത്തവരെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണന്മാരെ കണ്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്നാ പറയണേ, അവർക്ക് ഇത് കാണുമ്പം ഹാസ്യമായിട്ട് തോന്നാം,
സങ്കടമായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇത് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നാം. നമ്മുടെ ഒരു നേർക്കാഴ്ച എന്ന് തന്നെ പറഞ്ഞാൽ മതിയാണ്. നാളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും? നമുക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഒരു നേർക്കാഴ്ച എന്ന് തന്നെ പറയാം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഓർമ്മ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളൊരു പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. ഇത് അമ്മയ്ക്ക് വന്നത് സ്ട്രോക്ക് വന്നത് സംഭവിച്ചാണെങ്കിൽ പോലും അല്ലാതെ വരുന്ന എസ്റ്റിമേറ്റ്സിലോട്ടൊക്കെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ ചെറുപ്പം തന്നെ ഉള്ള ആൾക്കാരുണ്ട്, 10-50 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ തന്നെയൊക്കെ ഇപ്പോൾ ഇതിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ നേർക്കാഴ്ചകൾ എങ്ങനെയാകാം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ അമ്മയാണെങ്കിൽ തന്നെ ഈ മുട്ടായി പൊതുവേ അന്നേരം തിന്നുന്നതായിരുന്നു. കൂടെ ഇരുത്തി കഴിച്ചാലേ അവർ കഴിക്കുള്ളൂ. കൂടെ ഇരിക്കാഞ്ഞുകൊണ്ട് അമ്മയുടെ കൊടുത്തിട്ട് പോയപ്പോൾ അമ്മ അത് പൊഞ്ഞ് കൈ പിടിച്ചു നടന്നു. അപ്പോൾ അതിങ്ങനെ ചുറ്റി പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഈ ചോദ്യമായിട്ട് വന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് തന്നെ. അമ്മയുടെ അതിൻ്റെ രസകരമായ മറുപടികൾ കേട്ടിട്ടുണ്ടാണ്. അപ്പോൾ അത് ഓരോ വേരിയേഷനിലാണ് പോകുന്നത്. അമ്മയെ സംബന്ധിച്ചത് പല വേരിയേഷനിലാണ്. അമ്മ മരുന്നാന്ന് പറയുന്നു, പിന്നെ ഇടയ്ക്ക് അച്ഛൻ തന്നാന്ന് പറയുന്നു, പിന്നെ ഇത് പിള്ളേർക്കെല്ലാം കൊടുക്കേണ്ട മുട്ടായിയാന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റായിട്ട് ഇങ്ങനെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം നമ്മൾ പെട്ടെന്ന് പേരോട് ഒന്നും കാണിക്കില്ല, ചുമ്മാ ഒരു കഥ പറയുക, കിടക്കാൻ പോവുക. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ നമ്മൾ എപ്പോഴും ഇടപെടുന്നവരാണെങ്കിലും തന്നെ ആ ഒരു രസത്തിൽ ഇടപെടും. പിന്നെ അത് സീരിയസ് മനസ്സിലാക്കിയവർ കൂടുതലും അങ്ങനെ ഇടപെട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലാത്തവരാണ് അതിനകത്ത് കൂടുതൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇത് ഇങ്ങനെയൊന്നും അനുഭവം ഇല്ലാത്തവർ ഇത് കാണുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല തലത്തിൽ പലർക്കും പല തലത്തിൽ തോന്നാം. പക്ഷേ അതിനകത്തുള്ള നമ്മുടെ ഒരു നേരനുഭവം എന്ന് കണ്ട് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ പറയാനുള്ളത്. എന്നാ സ്വിച്ച് ബോർഡ് അവിടെ ഇരിപ്പുണ്ട്. അത് എണ്ണീട്ടാണ് അമ്മ പറഞ്ഞതേ. ആരംഭം പോലെ വീട് പണിതപ്പം പോലെ ആ സ്വിച്ച് ബോർഡ് അവിടെ ഉണ്ട്, അവിടെ തന്നെയായിരുന്നു സാധനം. അപ്പോൾ അതവിടെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സ്കൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു അനുഭവം എന്ന രീതിയിൽ തന്നെ കാണുന്നതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ മുട്ടായി അവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഞാനത് തൊടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ അലമുണ്ടാക്കും. അതുകൊണ്ട് ഞാനത് തൊടുന്നില്ല, അതിനെ കൊണ്ട് കുടിപ്പിക്കും. അപ്പോൾ ഓക്കെ, ബൈ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക.